വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ത് എന്ന് ശാസ്ത്രിമാർ വാദിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. അതിന് യേശു ഏലിയാവ് മുമ്പേ വന്നു, സകലവും യഥാസ്ഥാനത്ത് ആക്കുന്നു സത്യമെന്നാൽ മനുഷ്യപുത്രനെക്കുറിച്ച് അവൻ വളരെ കഷ്ടപ്പെടുകയും ധിഖരിക്കപ്പെടുകയും ചെയ്യേണ്ടി വരുമെന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെ? ഏലിയാവ് എന്ന് അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ അവർ തങ്ങൾക്ക് തോന്നിയല്ല അവനോട് ചെയ്തുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നാറ് വലിയ പുരുഷാരം അവനെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്ന് അവനെ വന്ദിച്ചു. അവനവരോട് നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിനെ പുരുഷാരത്തിലൊരുത്തിന് ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് ബലിയിടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ അവരോട് നിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർ കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവനവരോട് അവിശ്വാസം ഉള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുപോയി എന്ന് ഉത്തരം പറഞ്ഞു. അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഉടനെ കണ്ട ഉടനെ ആത്മാവിനെ ഇഴച്ച് അവനെ നിലത്ത് വീട് നുരച്ച് ഊരിട്ടു. ഇത് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പത്തിൽ മുതൽ തന്നെ അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടുണ്ട്. നിന്നാൽ വലുതും കഴിയുമെങ്കിലും മനസ്സിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശുവിനോട് നിന്നാൽ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ച് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഇന്ന് ഇവിടെ കാണുമ്പോൾ ശിഷ്യന്മാർക്ക് കഴിയാഞ്ഞ കാര്യം യേശു കൊടുക്കുമ്പോൾ ശിഷ്യന്മാരെ യേശു കർത്താവ് പറയുന്നത് അവിശ്വാസവും കോട്ടമുള്ള തലമുറ. ഇന്നത്തെ ശിഷ്യന്മാരും ഇന്നത്തെ ക്രൈസ്തവ ലോകവും ഒക്കെ അപ്രകാരം ഒരു കാലഘട്ടത്തിലായിരിക്കാം. ഒരു അന്ത്യകാലഘട്ടത്തിൻ്റെ ഒരു ലക്ഷണത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, വേദപുസ്തകം പ്രസംഗിക്കുന്ന ആദരണീയനായ VD സതീശൻ സാർ കേരളത്തിന് മുഖ്യമന്ത്രിയാവുന്നു. വേദപുസ്തകം പ്രസംഗിക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി, ഈ പരദേവരഹു എന്ന കർത്താവിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസ് നവീൻ പാടി ലോകത്തെ ശ്രദ്ധ ആകർഷിച്ച വിദ്വാൻകുട്ടി അച്ഛൻ്റെ യുസ്തൂസ് യോസഫിൻ്റെ പാട്ട്, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ശിഷ്യഗണങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നു. ആ വലിയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾക്ക് സാധിക്കാത്തത് യേശുവിന് സാധിക്കും. കർത്താവിൻ്റെ അടുക്കൽ വരിക. കർത്താവ് സകലത്തിനും മതിയായവരാണ്. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ വചനം കാണുന്ന കേൾക്കുന്ന കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനത്താൽ ശക്തി കൊടുത്ത്, ബലം കൊടുത്ത്, പുതിയ കൃപയും പുതിയ ശക്തിയും കൊടുത്ത് നിന്റെ മക്കളെ നിറച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചോളൂ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.